Hello everyone, welcome to revision classes. First of all, we have to discuss the service costing. അപ്പോൾ സർവീസ് കോസ്റ്റിംഗ് എന്നുള്ള ഈ ഒരു മൊഡ്യൂളിൽ ഫസ്റ്റ് ഓഫ് ഓൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിംഗ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ലെറ്റ് us മൂവ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സർവീസ് കോസ്റ്റിങ്ങിൻ്റെ അകത്തുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിംഗ് ആണ് പഠിക്കാനുള്ളത്. സർവീസ് കോസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ സർവീസ് ചെയ്യുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ ചെയ്യുന്ന കോസ്റ്റിംഗ് ആണ് സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ സർവീസ് കോസ്റ്റിങ്ങിൻ്റെയും യൂണിറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കുന്ന മെക്കാനിസമാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കേണ്ടത്. ഇതിൻ്റെ തിയറി എല്ലാം നിങ്ങൾ നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. തിയറി പോർഷൻസ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ്ങിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിൻ്റെ കോസ്റ്റിംഗ് ആണ് സർവീസ് കോസ്റ്റിംഗ്. ഓക്കെ, സർവീസ് കോസ്റ്റിംഗ് ഈസ് അപ്ലൈഡ് ടു ദോസ് കൺസേൺസ് റെൻഡറിങ് സർവീസസ്. സോ അതിൻ്റെ ആദ്യത്തെ ഒരു കാറ്റഗറിയാണ് ട്രാൻസ്പോർട്ടേഷൻ കമ്പനി അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിംഗ്. അപ്പോൾ സർവീസിൻ്റെ അകത്ത് വരുന്ന ഒരു സർവീസാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അഥവാ ആളുകളെ ആണെങ്കിലും അല്ലെങ്കിൽ ഗുഡ്സിനെ ആണെങ്കിലും ക്യാരി ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന അത്തരം ബിസിനസ് സ്ഥാപനങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിംഗ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിംഗ് തന്നെ രണ്ട് തരമുണ്ട്. ഒന്നെന്ന് പറയുന്നത് പാസഞ്ചർ കോസ്റ്റിംഗ്, അതുപോലെ തന്നെ ഗുഡ്സ് കോസ്റ്റിംഗ്. സോ നമുക്ക് ആദ്യം പാസഞ്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിങ്ങിൻ്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത് മുഴുവൻ കോസ്റ്റുകളും നമ്മൾ എടുത്തിട്ട് അതിൻ്റെ യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താണ് അതിൻ്റെ പെർ യൂണിറ്റ് ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ആകുമ്പോഴത്തേക്കും യൂണിറ്റ് എന്ന് പറയുന്നത് കിലോമീറ്ററാണ്. ഒരു കിലോമീറ്ററിൻ്റെ ചിലവ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ഒരു കിലോമീറ്ററിന് ചിലവ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് എത്ര കിലോമീറ്റർ ഓടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ ചിലവുകൾ മനസ്സിലാക്കാൻ കഴിയും. അതിനനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ചാർജ് ഫിക്സ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇപ്പോൾ പാസഞ്ചർ കോസ്റ്റിംഗ് ആണെങ്കിൽ ഒരു കിലോമീറ്ററിന് സപ്പോസ് 18 രൂപ ചിലവാകുന്നുണ്ടെങ്കിൽ നമുക്ക് 20 രൂപയ്ക്ക് ടിക്കറ്റ് ചാർജ് ചെയ്യാം. 2 രൂപ ലാഭം ഇട്ടിട്ട് ടിക്കറ്റ് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സർവീസ് കോസ്റ്റിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഫോർമാറ്റ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇതിനുവേണ്ടി നമ്മൾ കോസ്റ്റിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഫിക്സഡ് കോസ്റ്റ്, മെയിൻ്റനൻസ് ഓർ സെമി വേരിയബിൾ കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഓർ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് തരംതിരിക്കും. ഫിക്സഡ് കോസ്റ്റ് ശ്രദ്ധിക്കുക. ഒരു ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു വെഹിക്കിൾ അല്ലെ, ഒരു ബസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി, ഫോർ എക്സാമ്പിൾ ട്രാൻസ്പോർട്ടേഷൻ കമ്പനിക്ക് ഒരു എക്സാമ്പിൾ KSRTC ഒരു ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയാണ്. അപ്പോൾ അതുമായിട്ട് അത്തരത്തിൽ നമുക്ക് എക്സാമ്പിൾസ് മനസ്സിലാക്കി ചിന്തിക്കാം. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കമ്പനി ആകുമ്പോൾ അത്തരം കമ്പനികൾക്ക് വെഹിക്കിൾസ് ഉണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ട് ഫിക്സഡ് കോസ്റ്റുകൾ ഉണ്ടാകും. അതായത് വാഹനം ഓടിച്ചാലും ഓടിച്ചില്ലെങ്കിലും ശരി ഉണ്ടാവുന്ന കോസ്റ്റുകളാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റാൻഡിങ് ചാർജസ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റോഡ് ടാക്സ് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ടാക്സ്, വാഹനം ഓടിച്ചാലും ഓടിച്ചില്ലെങ്കിലും മേ ബി നമ്മൾ കൊടുക്കേണ്ടി വരും. ഇൻഷുറൻസ്, അതുപോലെ തന്നെ ഡ്രൈവറിൻ്റെയും കണ്ടക്ടറുടെയൊക്കെ സാലറി ആണെങ്കിൽ ഫിക്സഡ് ആണെങ്കിൽ, സാലറിയൊക്കെ ഫിക്സഡ് ആണെങ്കിൽ അവർക്ക് വാഹനം ഓടിച്ചാലും ഓടിച്ചില്ലെങ്കിലും ഫിക്സഡ് ആയിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, നിക്ഷേപിച്ചിരിക്കുന്നതിൻ്റെ ക്യാപിറ്റൽ, അല്ലെങ്കിൽ നമ്മൾ ഈ ട്രാൻസ്പോർട്ടേഷൻ കമ്പനിക്ക് വേണ്ടി പണം കണ്ടെത്തി ആ പണത്തിന് നൽകേണ്ട ഇൻട്രസ്റ്റ് അതെന്തായാലും അടച്ചേ പറ്റൂ. കമ്പനി വർക്കിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ അടച്ചേ പറ്റൂ അല്ലേ. ദെൻ ഗ്യാരേജ് റെൻറ്റ്, ഗ്യാരേജിനകത്ത് വാഹനം കൊണ്ടിട്ടില്ലെങ്കിലും ഷെഡിനകത്ത് വാഹനം കൊണ്ടിട്ടില്ലെങ്കിലും അതിന് റെൻറ്റ് കൊടുക്കണമെങ്കിൽ സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നേ പറ്റത്തുള്ളൂ. സോ ഇതെല്ലാം ഫിക്സഡ് ആണ്. ദെൻ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, ഇപ്പോൾ ഓഫീസിലുള്ള എംപ്ലോയീസിന് സാലറി കൊടുക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ ഫിക്സഡ് ആയിട്ട് കൊടുക്കേണ്ടതാണ്. സോ അങ്ങനെ ഫിക്സഡ് കോസ്റ്റുകളാണ് ആദ്യത്തെ കാറ്റഗറി ആയിട്ട് നമ്മൾ തരംതിരിക്കുന്നത്. ഇപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് മീൻസ് വാഹനം ഓടിയാലും ഓടിയില്ലെങ്കിലും ഉണ്ടാവുന്ന കോസ്റ്റുകളാണ് ഫിക്സഡ് കോസ്റ്റ്. ദെൻ സെമി വേരിയബിൾ, അതായത് കുറച്ച് കാലം കഴിയുമ്പോൾ മാത്രം നമുക്ക് ചിലവ് വരുന്ന രീതിക്ക്, അതല്ലെങ്കിൽ വാഹനം കുറേ കിലോമീറ്റർ ഓടുമ്പോൾ മാത്രം ഉണ്ടാവുന്ന ചിലവുകളെ സെമി വേരിയബിൾ കോസ്റ്റ് ആയിട്ട് തരംതിരിക്കാം. ലൈക്ക് ഇപ്പോൾ ടയേഴ്സ് ആൻഡ് ട്യൂബ്. ഇപ്പോൾ ടയറും ട്യൂബൊക്കെ ഒരു പരിധി വരെ ഫിക്സഡ് ആണ്. ഇപ്പോൾ ഒരു 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1,00,000 കിലോമീറ്റർ ഓടുന്നത് വരെ ടയർ മെയിൻ്റനൻസിൻ്റെ ആവശ്യമില്ല. മേ ബി ആ 1,00,000 കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ ടയർ മാറ്റേണ്ടി വരും. അപ്പോൾ ഒരു പരിധി വരെ ഫിക്സഡും അതിനുശേഷം വേരിയബിൾ ആവുന്ന കോസ്റ്റുകളാണല്ലോ സെമി വേരിയബിൾ കോസ്റ്റ്. സോ അത്തരത്തിലുള്ള കോസ്റ്റുകളാണ് ടയർ ആൻഡ് ട്യൂബ്. റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ്, റിപ്പയർ എപ്പോഴും വേണ്ടി വരത്തില്ല, നിശ്ചിത കിലോമീറ്റർ ഓടിയതിന് ശേഷം റിപ്പയർ വേണ്ടി വരും. ദെൻ അതിൻ്റെ പെയിൻറ്റിങ് എപ്പോഴും വേണ്ടി വരത്തില്ല, ചിലപ്പോൾ വാർഷികമായിട്ടോ അല്ലെങ്കിൽ ഓരോ ടെസ്റ്റിൻ്റെ സമയത്തൊക്കെയാണ് പെയിൻറ്റിങ് ആവശ്യമായിട്ട് വരുന്നത്. ദെൻ ഓവർ ഹോളിങ്, അതായത് മൊത്തത്തിൽ വാഹനത്തിൻ്റെ എൻജിൻ പാർട്ടൊക്കെ മാറ്റിയിട്ട് റിപ്പയർ ചെയ്യുന്ന കാര്യമാണ് ഓവർ ഹോളിംഗ് എന്ന് പറയുന്നത്. സോ അതൊക്കെയും എപ്പോഴും ചെയ്യേണ്ടി വരത്തില്ല.
ഇടയ്ക്കൊക്കെ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് അത്തരം കോസ്റ്റുകൾ സെമി വേരിയബിൾ കോസ്റ്റായിട്ട് പറയപ്പെടുന്നത്. ഒരു പരിധിവരെ ഫിക്സഡ് ആണ്, കുറേ കാലം ഫിക്സഡ് ആയിട്ട് കിടക്കും, ദെൻ ഓടുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്യേണ്ടി വരും. ദെൻ വേരിയബിൾ കോസ്റ്റ്, ഓരോ കിലോമീറ്റർ ഓടുന്നതിന് വേണ്ടിയിട്ടുണ്ടാകുന്ന ചിലവുകൾ വേരിയബിൾ കോസ്റ്റാണ്. ഇപ്പോൾ ഫ്യൂൽ ചാർജസ് ഓരോ കിലോമീറ്റർ ഓടുന്നതിന് വേണ്ടി, അതുപോലെ ഡിപ്രീസിയേഷൻ, തേയ്മാനം എപ്പോഴാണ് സംഭവിക്കുന്നത്, വാഹനം ഓടുമ്പോഴാണ് സംഭവിക്കുന്നത് അല്ലേ. ദെൻ എഞ്ചിൻ ഓയിൽ, ലൂബ്രിക്കേഷൻ ഓയിൽ, ഇതെല്ലാം നമുക്ക് ഓരോ കിലോമീറ്ററിൻ്റെ ബേസിസിലും, പിന്നെ ഓപ്പറേറ്റർ സാലറി അല്ലെങ്കിൽ വേജസ് വേരിയബിൾ ആണെങ്കിൽ, അതായത് കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് അവർക്ക് സാലറി കൊടുക്കുന്നതെങ്കിൽ ഈ കാറ്റഗറിയിലാണ് വരുന്നത്. അതല്ല ഫിക്സഡ് ആയിട്ട് എല്ലാ മാസവും കറക്റ്റായിട്ട് കൊടുക്കുന്നുവെങ്കിൽ അത് ഫിക്സഡ് കോസ്റ്റിലാണ് വരുന്നത്. ദെൻ അതർ കൺസ്യൂമബിൾസ്, മറ്റ് വാഹനത്തിൽ ഉപയോഗിക്കുന്ന, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓയിൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ അതർ കൺസ്യൂമബിൾസിൽ വരും. സോ ഇതെല്ലാം വേരിയബിൾ ആണ്. എത്ര ഓടുന്നു, വാഹനം എത്രത്തോളം റൺ ചെയ്യുന്നു, അത്രത്തോളം ഉണ്ടാകുന്ന കോസ്റ്റുകളാണ് ഇവയെല്ലാം. ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇല്ലസ്ട്രേഷൻ 3 ചെയ്യാം. ഇല്ലസ്ട്രേഷൻ 1 and 2 ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. 3 നമുക്ക് നോക്കാം. സോ വാല്യൂ ഓഫ് വെഹിക്കിൾ 17 ലക്ഷം, എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ 2 ലക്ഷം. അപ്പോൾ ഈ രണ്ട് ഇൻഫർമേഷൻ, വാഹനത്തിൻ്റെ വിലയും അതുപോലെ സ്ക്രാപ്പ് വാല്യൂ തന്നിരുന്നാൽ അത് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ റോഡ് ലൈസൻസ് ഫീ പെർ ഇയർ. ഓക്കെ, ദെൻ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കുക. ഏറ്റവും ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഐറ്റം എസ്റ്റിമേറ്റഡ് റണ്ണിങ് കിലോമീറ്റർ പെർ ഇയർ. ഒരു വർഷം 40,000 കിലോമീറ്റർ റൺ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെൻസുകളെല്ലാം ഒരു വർഷത്തേക്കുള്ള എക്സ്പെൻസായിട്ട് എടുത്താൽ മാത്രമേ ആ ഒരു വർഷത്തെ എക്സ്പെൻസിനെ 40,000 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണ്, ആ ഒരു എക്സ്പെൻസ് ഇയർലി എക്സ്പെൻസ് എടുത്താൽ മാത്രമേ ഇയർലി കിലോമീറ്ററായ 40,000 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ 40,000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു കിലോമീറ്ററിൻ്റെ സർവീസ് ചാർജ് അല്ലെങ്കിൽ സർവീസ് കോസ്റ്റ് എത്രയാണെന്ന് മനസ്സിലാവത്തുള്ളൂ. സോ ആദ്യം തന്നിരിക്കുന്ന രണ്ട് ഇൻഫർമേഷൻസ്, എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ ഉൾപ്പെടെയുള്ള ഇൻഫർമേഷൻസ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദെൻ റോഡ് ലൈസൻസ് ഫീ പെർ ഇയർ, വാർഷികമായിട്ട് അടയ്ക്കേണ്ട ലൈസൻസ് ഫീ ആണ്. അപ്പോൾ ഫിക്സഡിൽ വരും, കാരണം വാഹനം ഓടിച്ചില്ലെങ്കിലും ഇയർലി ഇത് അടയ്ക്കേണ്ടി വരും. ഇൻഷുറൻസ് പെർ ഇയർ, വാർഷികമായിട്ട് 10,000 രൂപ അടയ്ക്കേണ്ടി വരും, ഫിക്സഡ് ആണ്. ഗ്യാരേജ് റെൻറ്റ്, അതും ഫിക്സഡ് ആണ്, കാരണം വാഹനം അവിടെ കൊണ്ടിട്ടാലും ഇല്ലെങ്കിലും ശരി ഷെഡിൻ്റെ ആ ഒരു റെൻറ്റ് കൊടുത്തേ പറ്റും. ഡ്രൈവേഴ്സ് വേജസ് പെർ മന്ത്, അപ്പോൾ ഡ്രൈവേഴ്സിൻ്റെ വേജസ് പെർ മന്താണ് 15,000 രൂപയാണ് കൊടുക്കേണ്ടത്. സോ നമുക്കിവിടെ ഇയർലി 40,000 കിലോമീറ്ററാണ് വാഹനം ഓടുന്നത് എന്ന് തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഡ്രൈവറിൻ്റെ വേജസും ഇയർലിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ 40,000 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഡിവൈഡ് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം 40,000 എന്ന് പറയുന്നൊരു വർഷത്തെ ആ വാഹനം ഓടുന്ന കിലോമീറ്റേഴ്സാണ്. സോ ആ വാഹനം അത്രത്തോളം ആ ഒരു ഇയറിലെ എക്സ്പെൻസ് എടുത്താൽ മാത്രമേ ഇയർലി കിലോമീറ്റർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ല മന്ത്ലി എക്സ്പെൻസ് ആണ് എടുക്കുന്നതെങ്കിൽ മന്ത്ലി കിലോമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും, എങ്കിലേ 1 കിലോമീറ്റർ എന്നുള്ള ആൻസറിലോട്ട് നമ്മൾ എത്തത്തുള്ളൂ. ഓക്കെ, ദെൻ അടുത്തത് ടയേഴ്സ് ആൻഡ് ട്യൂബ്സ്, റിപ്പയർ, ഇത് രണ്ടും തന്നെ സെമി വേരിയബിളാണ്. കാരണം ടയറും ട്യൂബും എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മാറ്റുന്നില്ല, ഒരു നിശ്ചിത കിലോമീറ്റർ ഓടുമ്പോഴായിരിക്കും നമ്മളത് മാറ്റുന്നത്. റിപ്പയറും അങ്ങനെ തന്നെയാണ്, ഒരു 10,000 കിലോമീറ്റർ ഓടിയിട്ടായിരിക്കും നമ്മൾ റിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം സെമി വേരിയബിളാണ്, ഇത് രണ്ടും. പിന്നെ വന്നിട്ട് കോസ്റ്റ് ഓഫ് ഡീസൽ പെർ ലിറ്റർ. ഇപ്പോൾ ഓരോ കിലോമീറ്ററിന് ഉണ്ടാകുന്ന കോസ്റ്റുകളാണ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഡീസൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഓരോ കിലോമീറ്ററിന് ഉണ്ടാകുന്ന കോസ്റ്റാണ് അല്ലേ. അപ്പോൾ ഡീസലിൻ്റെ വില 70 രൂപ, കിലോമീറ്റേഴ്സ് റൺ പെർ ലിറ്റർ. 1 ലിറ്റർ അടിച്ചു കഴിഞ്ഞാൽ 7 കിലോമീറ്റർ ഓടുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ 1 കിലോമീറ്ററിൻ്റെ വാല്യൂ എത്രയാണ്, 70/7, 1 കിലോമീറ്ററിന് 10 രൂപയായിരിക്കും നിരക്കിൽ വരുന്നത്. സോ 10 രൂപ നിരക്കിൽ എത്ര കിലോമീറ്റർ ഓടുന്നുണ്ട്, 40,000 കിലോമീറ്റർ ഓടുന്നുണ്ട്. അഥവാ 10 × 40,000 അഥവാ 4 ലക്ഷം രൂപ ഡീസൽ കോസ്റ്റ് ഇയർലി വരുന്നുണ്ട്. 1 കിലോമീറ്ററിന് 10 രൂപയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ദെൻ എസ്റ്റിമേറ്റഡ് ലൈഫ് 3 ലക്ഷം കിലോമീറ്ററാണ് എസ്റ്റിമേറ്റഡ് ലൈഫ്. അതായത് ഈ വാഹനം മൊത്തം 3 ലക്ഷം കിലോമീറ്റർ ഓടും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എസ്റ്റിമേറ്റഡ് ലൈഫും ആദ്യം കൊടുത്തിരിക്കുന്ന രണ്ട് ഇൻഫർമേഷനും വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ അല്ല, ഇതിൻ്റെ ആൻസർ ആയിട്ട് പറയുകയാണെങ്കിൽ 17 ലക്ഷം രൂപ വെഹിക്കിളിൻ്റെ വാല്യൂ, സ്ക്രാപ്പ് വാല്യൂ 2 ലക്ഷം പോയി കഴിഞ്ഞാൽ 15 ലക്ഷം. 15 ലക്ഷത്തിനെ അതിൻ്റെ എസ്റ്റിമേറ്റഡ് ലൈഫായ 3 ലക്ഷം കിലോമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിലോമീറ്ററിന് 5 രൂപ നിരക്കിലാണ് ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവും. അങ്ങനെ എത്ര കിലോമീറ്റർ വാഹനം ഓടുന്നുണ്ട് ഒരു വർഷം, 40,000 കിലോമീറ്റർ ഓടുന്നുണ്ട്. സോ 5 × 40,000 അഥവാ 2 ലക്ഷം രൂപയാണ് ഡിപ്രീസിയേഷൻ ഒരു വർഷത്തിൽ വരുന്നത്. അഥവാ 1 കിലോമീറ്ററിന് 5 രൂപയാണെന്നും നമുക്ക് മനസ്സിലായി. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്. നമുക്ക് നോക്കാം, എല്ലാവരും ആൻസർ നോക്കുക. ഇപ്പുറത്ത് വലതുവശത്ത് നോക്കുക, സ്റ്റാൻഡിങ് ചാർജസ് ഫിക്സഡ് കോസ്റ്റ് ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുള്ളത് അതാണ്. ലൈസൻസ് ഫീ 12,000, ഇൻഷുറൻസ്, ഗ്യാരേജ് റെൻറ്റ്, ഡ്രൈവറിൻ്റെ വേജസ് ഇയറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിനെ എല്ലാത്തിനെയും 40,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് പെർ കിലോഗ്രാം കോസ്റ്റ്
കോസ്റ്റ് പെർ കിലോഗ്രാം എന്നുള്ള കോളത്തിനകത്ത്, കിലോമീറ്റർ എന്നുള്ള കോളത്തിനകത്ത് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, സോ ടോട്ടലും അവിടെ ഡിവൈഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. രണ്ടാമത് സെമി വേരിയബിളായിട്ട് നമ്മൾ പറഞ്ഞ ടയർസ് ആൻഡ് ട്യൂബ്സും റിപ്പയേഴ്സും എടുത്തിട്ടുണ്ട്. അതിനെ 40,000 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ രണ്ടും കൂടെ ചേർന്നിട്ട് 2 പെർ കിലോമീറ്റർ എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ റണ്ണിങ് ചാർജസ് ആയിട്ട് ഡീസലിൻ്റെ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിച്ചു? 1 ലിറ്റർ ഡീസലിന് 70 രൂപ. അങ്ങനെ 7 കിലോമീറ്റർ 1 ലിറ്ററിൽ ഓടും. അങ്ങനെയാണെങ്കിൽ 1 കിലോമീറ്ററിന് 10 രൂപ, 70/7 10 രൂപ. അങ്ങനെ 40,000 കിലോമീറ്റർ ഓടുന്നുണ്ട്. അങ്ങനെ 4 ലക്ഷം രൂപ. അഥവാ 1 കിലോമീറ്ററിന് കോസ്റ്റ് പെർ കിലോമീറ്റർ എന്നുള്ള കോളത്തിനകത്ത് 10 രൂപ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡിപ്രീസിയേഷനും ഇങ്ങനെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. 17 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷം കുറച്ചപ്പോൾ 15 ലക്ഷം. അതിനെ 3 ലക്ഷം കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 5 രൂപ അല്ലേ. 5 രൂപ വെച്ചിട്ട് 40,000 കിലോമീറ്റർ ഓടുമ്പോൾ ഒരു വർഷം 2 ലക്ഷം രൂപ ടോട്ടൽ കോസ്റ്റ് ആവുന്നുണ്ട്. 1 കിലോമീറ്ററിന് 5 രൂപ തന്നെയാണ്. അതായത് 15 ലക്ഷം ഡിവൈഡ് ബൈ 3 ലക്ഷം. 1 കിലോമീറ്ററിന് 5 രൂപയാണ്. 15 ലക്ഷം എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ സ്ക്രാപ്പ് വാല്യൂ പോയ വാല്യൂ. ആ 15 ലക്ഷം രൂപയുടെ വാല്യൂ നമ്മൾ എത്ര കിലോമീറ്ററിന് വേണ്ടി ഉപയോഗിക്കുന്നു? 3 ലക്ഷം കിലോമീറ്ററിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ 1 കിലോമീറ്റർ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15 ലക്ഷത്തിനെ 3 ലക്ഷം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 5 രൂപയാണ്. അങ്ങനെ ടോട്ടൽ എടുക്കുമ്പോൾ എല്ലാം കൂടെ ചേർക്കുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ എയും ബിയും സിയും അഥവാ ഫിക്സഡും സെമി വേരിയബിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ 22.20 എന്നുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഇതാണെന്ന് പറയുന്നത് 1 കിലോമീറ്ററിന് ആ വാഹനത്തിനുണ്ടാവുന്ന ചിലവ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ഇല്ലസ്ട്രേഷൻ 4 നിങ്ങൾക്ക് ഇതേ കാറ്റഗറിയിൽ ചെയ്യാൻ പറ്റും. ഇല്ലസ്ട്രേഷൻ 5 നമുക്ക് നോക്കാം. ട്രാൻസ്പോർട്ട് സർവീസ് കമ്പനീസ് റണ്ണിങ് 4 ബസ്സസ് ബിറ്റ്വീൻ 2 ടൗൺസ്. ഇപ്പോൾ 2 ടൗണുകൾക്കിടയിൽ 4 ബസ് ഓടിക്കുന്നുണ്ട് ഒരു ട്രാൻസ്പോർട്ടേഷൻ കമ്പനി. അപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനി പോലെ നമുക്ക് ചിന്തിക്കാം, പ്രൈവറ്റ് ബസ് കമ്പനി പോലെ നമുക്ക് ചിന്തിക്കാം. വിച്ച് ആർ 50 കിലോമീറ്റേഴ്സ് അപ്പാർട്ട്. 2 ടൗണുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 50 കിലോമീറ്റേഴ്സ് ആണ്. ഒരു ടൗണിൽ നിന്ന് അടുത്ത ടൗൺ വരെ 50 കിലോമീറ്റേഴ്സ് ആണ്. സോ ഒരു വാഹനം ഔട്ട്വേർഡും പോകും ഇൻവേർഡും പോകും, അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും. സോ 50x2 എടുക്കേണ്ടി വരും അല്ലേ മൊത്തം കിലോമീറ്റർ എടുക്കുമ്പോൾ. ദെൻ സീറ്റിംഗ് കപ്പാസിറ്റി ഓഫ് ഈച്ച് ബസ് ഈസ് 40 പാസഞ്ചേഴ്സ്. ഇപ്പോൾ 40 പാസഞ്ചേഴ്സിനെ അതിൽ കൊണ്ടുപോകാൻ പറ്റും എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാസഞ്ചർ കിലോമീറ്റർ എന്നുള്ള ആ ഒരു കോസ്റ്റ് യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? 4 ബസ് ഉണ്ട് അല്ലേ. സോ 4 ബസ് ഇൻറ്റു 50x2. 50x2 എന്ന് പറയാനുള്ള കാരണം 50 കിലോമീറ്റർ അങ്ങോട്ടും 50 കിലോമീറ്റർ ഇങ്ങോട്ടും അല്ലേ. ഇപ്പോൾ 50x2 ഇൻറ്റു 40, കാരണം 40 പാസഞ്ചേഴ്സിനാണ് കൊണ്ടുപോകുന്നത്. അതാണ് പാസഞ്ചർ കിലോമീറ്റർ. അതായത് കമ്പൈൻഡ് കോസ്റ്റ് യൂണിറ്റാണ്. പാസഞ്ചറും കിലോമീറ്ററും കൂടെ ചേർന്ന കോസ്റ്റ് യൂണിറ്റാണ് പാസഞ്ചർ ഇൻറ്റു കിലോമീറ്റർ. ഓക്കെ, ദെൻ ഈ ക്വസ്റ്റ്യൻ്റെ തന്നെ ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട് ആക്ച്വൽ പാസഞ്ചർ ക്യാരിഡ് വെയർ 75% ഓഫ് ദ സീറ്റിംഗ് കപ്പാസിറ്റി. ഇപ്പോൾ 40 പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിലും ആ 40 പാസഞ്ചേഴ്സിന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം സീറ്റിംഗ് കപ്പാസിറ്റിയുടെ 75% മാത്രമേ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി സ്പേസ് എന്ന് പറയുന്നത് മറ്റു പല ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാം. ചിലപ്പോൾ ഡ്രൈവർ, കണ്ടക്ടർ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി ഫുൾ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ 40 പാസഞ്ചേഴ്സ് എന്നുള്ള ആ സീറ്റിംഗ് കപ്പാസിറ്റിയിൽ നിന്നും നമ്മൾ അതിൻ്റെ 75% സീറ്റിംഗ് കപ്പാസിറ്റിയിൽ മാത്രമേ എത്തുന്നുള്ളൂ. സോ 40 പാസഞ്ചേഴ്സ് ഇൻറ്റു 75% എടുക്കണം. ആ കിട്ടുന്ന തുകയെ വേണം 4 × 50x2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. അങ്ങനെയായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? പാസഞ്ചർ കിലോമീറ്റർ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. വേജസ് ഓഫ് ഡ്രൈവേഴ്സ്, കണ്ടക്ടേഴ്സ് ആൻഡ് ക്ലീനേഴ്സ് 2,40,000. സോ മന്ത്ലിയാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ മുകളിൽ കൊടുത്തിരിക്കുന്നത്. മന്ത്ലിയാണ്. ഫോർ ദ മന്ത് ഓഫ് ഏപ്രിൽ 2014 മന്ത്ലിയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ മന്ത്ലി 2,40,000 രൂപ വേജസ് ആവുന്നുണ്ട്. ദെൻ സ്റ്റാഫിൻ്റെ 1 ലക്ഷം രൂപ ആവുന്നുണ്ട്. അതൊക്കെ ഫിക്സഡ് ആണ്, കൊടുത്തേ പറ്റും അല്ലേ. ദെൻ ഡീസൽ ഓയിൽ. അപ്പോൾ ഡീസൽ ഓയിൽ ആൻഡ് അതർ ഓയിൽ എന്ന് വെച്ചാൽ 4 ലക്ഷം രൂപ. ഡീസൽ ഓയിൽ നമുക്കറിയാം അത് വേരിയബിളായിട്ടാണ് വരുന്നത്. റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് സാധാരണ സെമി വേരിയബിളാണ് വരുന്നത്. ടാക്സ്, ഇൻഷുറൻസ് ഫിക്സഡ് ആണ് വരുന്നത്. ഡിപ്രീസിയേഷൻ വേരിയബിളാണ്. ഇൻട്രസ്റ്റ് ആൻഡ് അതർ ചാർജസ് ഫിക്സഡായിട്ട് കൊടുത്തേ പറ്റൂ. കാരണം നമ്മൾ എവിടെന്നെങ്കിലും കടം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ ഫിക്സഡായിട്ട് കൊടുത്തേ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ചില കണക്കുകളിൽ ഫിക്സഡും പിന്നെ നമുക്ക് വേണമെങ്കിൽ വേരിയബിളും സെമി വേരിയബിളും കൂടെ ചേർത്തിട്ട് വേരിയബിൾ എന്നുള്ള ഒറ്റ കാറ്റഗറിയിലും കൊടുക്കാൻ പറ്റും. ആ രീതിക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സോ ആൻസേഴ്സ് എല്ലാവരും നോക്കുക. സ്റ്റാൻഡിങ് ചാർജസ്, ടാക്സ് 1,60,000, ഇൻഷുറൻസ്, ഇൻട്രസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് 2 ലക്ഷം, വേജസ് ആൻഡ് കണ്ടക്ടറിൻ്റെയും സൂപ്പർവൈസറി സ്റ്റാഫിൻ്റെയും വേജസ് ചേർത്തിട്ട് 7 ലക്ഷം രൂപ മൊത്തം വരുന്നുണ്ട്. ഈ 7 ലക്ഷം എന്ന് പറയുന്നതിനെ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഈ ആൻസറിൻ്റെ ഏറ്റവും ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന പാസഞ്ചർ കിലോമീറ്റർ കണ്ടുപിടിച്ചിരിക്കുന്ന എല്ലാവരും നോക്കുക. 4 ബസ്സുണ്ട്. 4 × 50 കിലോമീറ്റർ വെച്ച് 2 റൗണ്ട് പോകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കൊണ്ട് 50x2 × 30 ഡേയ്സ്. അതായത് ഈ ഒരു മാസം എല്ലാ ദിവസങ്ങളിലും ആ ബസ് ഓടുന്നുണ്ട്. ഓക്കെ, ഇൻറ്റു
40, ആ 40യുടെ തന്നെ 75% നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 40യുടെ 75% നമ്മൾ എടുക്കേണ്ടത്. സോ അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് 3,60,000 എന്ന് നമുക്ക് കിട്ടുന്നത് പാസഞ്ചർ കിലോമീറ്റർ. സോ ഈ 3,60,000 കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഡിവൈഡ് ചെയ്യാൻ. അപ്പോഴാണ് ഒരു പാസഞ്ചർ കിലോമീറ്ററിന് എത്ര രൂപ ആകും, അഥവാ ഒരു പാസഞ്ചറിനെയും ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നതിന് നമുക്ക് എത്ര രൂപയാകും, ഒരു കിലോമീറ്ററിൽ ഒരു പാസഞ്ചറിനെ കൊണ്ടുപോകുന്നതിന് നമുക്ക് എത്ര രൂപയാകും എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടിക്കറ്റ് ചാർജ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ. സോ സ്റ്റാൻഡിങ് ചാർജസ് 7 ലക്ഷം രൂപ മൊത്തം കിട്ടി. അതിനെ 3,60,000 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 1.94 കിട്ടി. ബാക്കിയുള്ള എല്ലാ കോസ്റ്റുകളും റണ്ണിങ് ചാർജസ്, അതായത് സെമി വേരിയബിളും വേരിയബിളും കൂടെ ഒത്താണ് കൊടുത്തിരിക്കുന്നത്. ഡീസലും ഓയിലും 4 ലക്ഷം രൂപ എന്ന് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് പറയുന്നുണ്ട്. 3,60,000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസും ഡിപ്രീസിയേഷനൊക്കെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. 3,60,000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? അപ്പോൾ നമുക്ക് ഇതേപോലെ 0.22 0.72 കിട്ടുന്നുണ്ട്. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 3.99 കിട്ടുന്നുണ്ട്. അതായത് ഒരു പാസഞ്ചർ കിലോമീറ്ററിന് ഉണ്ടാവുന്ന കോസ്റ്റ് 3.99 ആണ്. സോ ഒരു 5 രൂപ ടിക്കറ്റ് ചാർജ് ഈടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 1 കിലോമീറ്ററിന് ഒരു പാസഞ്ചറിനെ കൊണ്ട് പോകുമ്പോഴത്തേക്കും 1.01 അത്രയും തുക എന്തായിട്ട് കിട്ടും, ലാഭമായിട്ട് കിട്ടും. ഓക്കെ. അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാസഞ്ചർ സർവീസ് കോസ്റ്റിംഗ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സെഷനിൽ ഞാൻ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട നെക്സ്റ്റ്, അതായത് ഗുഡ്സ് ക്യാരി ചെയ്യുന്നതിൻ്റെ കണക്കുകൾ എടുക്കാവുന്നതാണ്. ഓക്കെ. താങ്ക് യു ഓൾ ഓഫ് യു.